ഡേ 20 ഓഫ് പ്രീ വേൾഡ് കപ്പ് ടോക്സ്. നമ്മൾ സംസാരിക്കാൻ പോണത് ആഫ്രിക്കയെ കുറിച്ചാണ്. ആഫ്രിക്കയെ കുറിച്ചല്ല, ഈജിപ്തിനെ കുറിച്ചാണ്. ഈജിപ്തിനെ കുറിച്ചോ? നമ്മളെന്താ രാജ്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വന്നിരിക്കുക? നമ്മൾ സംസാരിക്കാൻ പോണത് ഈജിപ്തിന്റെ രാജാവായ മുഹമ്മദ് സലയെ കുറിച്ചാണ്. സല ഈജിപ്തില് വളരെ ഒരു ചെറിയ ഗ്രാമത്തിലൂടെയാണ് വളർന്നു വന്നത്. ആൾക്കും പ്രൊവേർട്ട് ചെയ്യുന്ന പ്രശ്നം കുറെ ഉണ്ടായിരുന്നു. ആൾ കുറെ ദൂരം പോയിട്ടാണ് ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒക്കെ ജോയിൻ ആയത്. പിന്നെ ചെൽസിയിൽ വളരെ കഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ലൈറ്റ് കിട്ടിയത്. അതിന് ശേഷമാണ് ചരിത്രം ഉണ്ടായത്. ലിവർപൂളിന്റെ മെയിൻ മാൻ ആയിട്ട് സല ഇപ്പോൾ ലിവർപൂളിൽ നിന്ന് ഈ സീസണോട് കൂടി വിടുകയാണ്. പിന്നെ നമ്മളെ ആഫ്രിക്ക, ഞാൻ ആദ്യം പറയുന്നത് ആഫ്രിക്ക എന്ന് കേട്ടാൽ തന്നെ വരുന്ന ഒരു പ്ലെയറിന്റെ പേരാണ് മുഹമ്മദ് സല. അതായത് ആഫ്രിക്കാന്റെ രാജാവ് തന്നെ പറയേണ്ടി വരണം. കാരണം എന്ന് വെച്ചാൽ സല അത്രയ്ക്കും ആഫ്രിക്കയെ പൊക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. ആഫ്രിക്കാനെ അല്ല, മെയിൻലി ഈജിപ്ത്. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ മറ്റേ കുറെ പ്ലെയേഴ്സ് ഉണ്ട്, വിക്ടർ ഓസിമൻ അങ്ങനത്തെ കാര്യം. ഈജിപ്തിനെ പൊക്കിക്കൊണ്ടുപോയി. എങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോ ഈജിപ്തിന്റെ രാജാവായി മാറിയിരിക്കണം ഫുട്ബോളിൽ, അതെന്ന് ആലോചിക്കണം. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.